നസ്കർ കുടിയേറുക എന്നത് മലയാളിയുടെ രക്തത്തിൽ തന്നെയുള്ളതാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിച്ചു. ഒരുപക്ഷെ മലയാളിയെപ്പോലെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും എങ്ങനെയെങ്കിലും കയറി ചെന്ന് പുതിയ വഴിവെട്ടി തുറക്കാൻ ശ്രമിച്ച സമൂഹം വളരെ വിരളമായിരിക്കും. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തേടുക മലയാളിയുടെ പ്രത്യേകതയാണ്. ഒരു കാലത്ത് അമേരിക്കയായിരുന്നു മലയാളിയുടെ പ്രിയപ്പെട്ട കുടിയേറ്റ ഭൂമിയെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് ബ്രിട്ടനായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം എക്കാലവും മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അങ്ങനെയല്ല പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം. ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നവർ കൃത്യമായ ഇടവേളകളിൽ നാട്ടിലെത്തുകയും ഒരു നിശ്ചിത കാലത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി സെറ്റിലാവുകയും ചെയ്യുമെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ തന്നെ പൗരത്വമെടുത്ത് താമസിക്കുന്ന രീതിയാണ്. പക്ഷേ എക്കാലത്തും അവിടുത്തെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. വളരെയധികം നൈപുണ്യസിദ്ധിയുള്ള തൊഴിലാളികൾക്ക് മാത്രമേ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അവസരം തുറന്നു കിട്ടാറുള്ളൂ. നേഴ്സുമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഫാർമസിസ്റ്റുകളുമൊക്കെ ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണക്കാർക്ക് ഒരിക്കലും അവസരം ലഭിക്കാറില്ല. അത്തരം അവസരം എവിടെ ലഭിച്ചാലും അവർ പോകും എന്നതിൻ്റെ തെളിവാണ് ഇസ്രയേലും പോളണ്ടും. ഈ രണ്ട് രാജ്യങ്ങളിലേക്കും കെയറർമാരും ഡ്രൈവർമാരും ഒക്കെ പോകുന്നത് അവിടെ സ്ഥിരമായി സെറ്റിൽ ചെയ്യാനല്ല, നേരെ മറിച്ച് കിട്ടുന്ന വലിയ ശമ്പളം വാങ്ങാനാണ്. ഇവരൊക്കെ അവിടെ പോയി മണിക്കൂറുകൾ പണിയെടുത്താണ് മികച്ച ശമ്പളം കൈപ്പറ്റുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടൻ വാതിലടച്ചതോടെ മലയാളികളുടെ പടിഞ്ഞാറൻ ദേശത്തേക്കുള്ള പോക്ക് കുറഞ്ഞിരിക്കുകയായിരുന്നു. ബ്രിട്ടനും അയർലൻഡും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കാനഡയുമായിരുന്നു ഏറ്റവും അവസാന കാലം വരെ മലയാളികളെ സ്വീകരിച്ചിരുന്ന രാജ്യങ്ങൾ. ഇവിടെയെല്ലാം നിയന്ത്രണങ്ങളായി. യോഗ്യതയുള്ള നേഴ്സുമാർക്ക് പോലും അവസരം കുറഞ്ഞു വന്നു. അതിനിടയിൽ അവസരമുണ്ട് എന്ന് മലയാളികൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. നമ്മളിപ്പോൾ എവിടെ പോയാലും ജർമ്മൻ ഭാഷ പഠിക്കുന്ന സെൻ്ററുകളും ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റുമാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും സജീവമായി മലയാളികൾ വിദേശത്തേക്ക് വാതിൽ തപ്പുന്നത് ജർമ്മനിയിലേക്കാവാം. അനേകം പേർ എന്നോട് ചോദിക്കാറുണ്ട്, ജർമ്മനിയിലേക്ക് പോകുന്നത് സുരക്ഷിതമാണോ എന്ന്. കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ലഭിച്ചതെല്ലാം ആശയക്കുഴപ്പമുള്ള വിവരങ്ങളായതുകൊണ്ട് ഞാൻ അതേക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സ്കിൽഡ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക പ്രയാസമാണ് എന്നതൊരു അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ പോകുന്നത് പോലെ എന്തെങ്കിലും മേഖലയിൽ സ്കില്ലില്ലാത്തവർക്ക് ജർമ്മനിയിലേക്കും അവസരം കിട്ടില്ല എന്ന് തീർച്ച. ബ്രിട്ടനിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ നേഴ്സുമാരും IT മേഖലയിലുള്ളവരും അടക്കമുള്ളവർക്കാണ് അവസരം തുറന്നു കിട്ടിയിട്ടുള്ളത്. കെയറർമാരും ഇക്കൂട്ടത്തിൽപ്പെടും. എന്നാൽ മറ്റ് സാധാരണ തൊഴിലിന് അവിടെയൊന്നും ഒരിക്കലും അവസരം കിട്ടാറില്ല. അതേസമയം നേഴ്സുമാരുടെയോ എഞ്ചിനീയർമാരുടെയോ ഒക്കെ ആശ്രിത വിസയിൽ പോകുന്നവർക്ക് സാധാരണ തൊഴിൽ ചെയ്യാൻ ഇവിടെ അവസരം ലഭിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ അവരെന്തു ചെയ്യും? ജർമ്മനിയിലേക്ക് പോകുന്നത് ഉചിതമാണോ? ജർമ്മനി മാത്രം അവശേഷിച്ചതുകൊണ്ട് ഇപ്പോൾ മലയാളികൾ കൂട്ടത്തോടുകൂടി ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ആരംഭിച്ചിരിക്കുന്നു. നേഴ്സുമാരും കെയറർമാരും IT-ക്കാരും മാത്രമല്ല, സ്റ്റുഡൻറ്റ് വിസയിലും ധാരാളം പേർ ജർമ്മനിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നതിനെക്കുറിച്ച് പലർക്കും നിശ്ചയമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് ഞാൻ ഞെട്ടിക്കുന്നൊരു വാർത്ത BBC-യിൽ കാണുന്നത്. ജർമ്മനി ഹാസ് ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്, സോ ഇറ്റ് ഈസ് ടേണിംഗ് ടു ഇന്ത്യ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞ് ടിം മാൻസൽ എന്ന BBC ലേഖകൻ എഴുതിയ ഒരു ലേഖനം ഞാൻ വായിക്കുന്നു. ആ ലേഖനത്തിൽ പറയുന്നത് ജർമ്മനി വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യക്കാർക്ക് വേണ്ടി എന്നാണ്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മനിയുമായി കരാറിൽ ഏർപ്പെട്ടെന്നും അതനുസരിച്ച് സ്കിൽഡ് ലേബേഴ്സിനെ ജർമ്മനി റിക്രൂട്ട് ചെയ്യുന്നെന്നും 2015 കേവലം 23,320 ഇന്ത്യക്കാർ മാത്രം ജോലി ചെയ്തിരുന്ന ജർമ്മനിയിൽ 2024 1,36,670 പേർ എത്തിയിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല അനഘ മറിയം ഷാജി എന്ന ഒരു മലയാളിയുടെ കഥയടക്കം വിശദമായി തന്നെ ജർമ്മനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കഥ ഈ ലേഖനം പറയുന്നുണ്ട്. അനഘ മറിയം ഷാജി ജർമ്മനിയിൽ എത്തിയത് കശാപ്പ് ശാലയിൽ പണിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് ഈ വാർത്ത പറയുന്നു. അതായത് കശാപ്പുകാരുടെ ക്ഷാമം അവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അപ്രന്റീസായി അവിടെ എത്തുന്നു, പാതിയായി പഠിക്കുന്നു, ബാക്കി സമയത്ത് പണിയെടുക്കുന്നു. അതിൻ്റെ കഥ മുഴുവൻ വിശദമായി തന്നെ BBC എഴുതുന്നു. ഇന്ത്യയിൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ജർമ്മനിയിലെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് കത്തയക്കുന്നു. ആ കത്തിനെ തുടർന്ന് അയാൾ പേപ്പർ വർക്കുകൾ ചെയ്യുന്നു. അങ്ങനെ ഈ പേപ്പറെല്ലാം ശരിയായി ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നു. ആദ്യം റിക്രൂട്ട് ചെയ്ത കശാപ്പ് ശാലയിലേക്കാണ്. പിന്നീട് അയാൾ തന്നെ സ്വന്തം സ്ഥാപനം തുടങ്ങി ഇന്ത്യയിലെ കമ്പനിയുമായി പാർട്ണർഷിപ്പിൽ കശാപ്പ് ശാലയിലേക്ക് ഏതാണ്ട് 200-ലധികം പേരെ കൊണ്ടുപോയ വാർത്തയാണിത്. എന്നാൽ ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സ്കിൽഡ് ലേബർ വിസയാണ് എന്ന് വെച്ചാൽ കശാപ്പ് ചെയ്യുന്നതും സ്കില്ലാണ്. അതിന് ജർമ്മനി അംഗീകരിച്ചിരിക്കുന്ന യോഗ്യത വേണം. ഞാൻ ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് യൂറോപ്യൻ ബ്ലൂ കാർഡിലൂടെ
ഉയർന്ന ശമ്പളം കിട്ടുന്നവർക്ക് ഇപ്പോഴും ജർമ്മനിയിലേക്ക് വിസ കിട്ടുന്നുണ്ട്. പിന്നെയുള്ള സ്കിൽഡ് ലേബർ ആണ്. അവിടെ ഷോർട്ടേജ് ഉള്ള തൊഴിലിൽ ഇവിടെ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ, യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റും. കൂടാതെയാണ് നേഴ്സുമാർക്കും കെയർമാർക്കുമൊക്കെ അവസരമുള്ളത്. എന്നാൽ എല്ലാത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഇവരൊക്കെ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണമെന്നാണ്. ജർമ്മൻ ഭാഷ അറിയാതെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പലരും പിന്നീട് തിരിച്ചു പോരേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് ഇപ്പോൾ ധാരാളം പേർ പോകുന്നത് സ്റ്റുഡൻറ് വിസയിലാണ്. സ്റ്റുഡൻറ് വിസയിൽ കെയറായോ നേഴ്സായോ ഒക്കെ പഠിക്കാൻ പോകുന്നു. ഇതിനോടൊപ്പം അവർ പഠിക്കുന്നു, അപ്രൻറ്റീസായി പണിയിൽ കയറുന്നു. പഠനത്തിന് ശേഷം ജർമ്മനി നന്നായി കൈകാര്യം ചെയ്യുന്നു. അവർക്കവിടെ വർക്ക് പെർമിറ്റോടെ പണിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ജർമ്മനിയിൽ മാത്രമുള്ള സവിശേഷത, അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള ഫീസ് ബ്രിട്ടൻ്റെയോ അമേരിക്കയുടെയോ ഒക്കെ പോലെ ഉയർന്ന ഫീസ് അല്ലതാനും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് വിസയിൽ ജർമ്മനിയിൽ പോയാലും ജർമ്മൻ പഠിക്കാൻ കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്. അവരെ സൂക്ഷിക്കണം. അവരിൽ പലരും പണം വാങ്ങി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പറ്റിച്ച് മുങ്ങുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി കെണിവയ്ക്കരുത്. ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് പരിചയമുള്ള കമ്പനികളെക്കുറിച്ച് പരിശോധന നടത്തി ചെയ്യുക. അത്തരം കമ്പനികളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ കഴിയും. അത്തരം പരിചയമില്ലാത്തവരുടെ കയ്യിൽ കൊണ്ട് കാശ് കൊടുത്താൽ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെടുത്തേ ഉള്ളൂ. 1 ലക്ഷം രൂപ തന്നാൽ ജർമ്മനിയിൽ പോകാമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവർ അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തണമെന്നേ ഇല്ല. അതുകൊണ്ട് ജർമ്മനിയിലേക്ക് പോകാൻ എടുത്തു ചാടി ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത്, സൽപ്പേരുള്ള, ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് പരിചയമുള്ള, പേരുദോഷമില്ലാത്ത, ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുക. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടുകൊണ്ട് പണം കൊടുത്താൽ കൈകൊള്ളും. ജർമ്മനിയിലേക്ക് ഇപ്പോൾ വാതിൽ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി പേർ പരസ്യം ചെയ്ത് തട്ടിപ്പിനെ രംഗത്തിറങ്ങുന്നുണ്ട്. അത്തരക്കാരെ തിരിച്ചറിയുക. ജർമ്മനിയിൽ പോകുന്നതിൽ തെറ്റില്ല. നല്ല മാർക്കുണ്ടെങ്കിൽ, 80% മാർക്കുണ്ടെങ്കിൽ തീർച്ചയായും ജർമ്മനിയിൽ ഒരുപക്ഷെ പബ്ലിക് സർവകലാശാലയിൽ തന്നെ അഡ്മിഷൻ കിട്ടിയെന്ന് വരാം. അതിനുശേഷം അപ്രൻറ്റീസിലൂടെ ഏതെങ്കിലും ജോലിയിലേക്ക് മാറിയെന്ന് വരാം. ഇവിടെ തന്നെ ധാരാളം ജർമ്മനി പഠിപ്പിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ ജർമ്മനി പഠിക്കുക. ഇംഗ്ലീഷിനേക്കാൾ പ്രയാസമാണ് ജർമ്മനി പഠിക്കാനെന്ന് മറക്കരുത്. ജർമ്മൻ അറിയാതെ അവിടെ പോയിട്ടൊരു പ്രയോജനവുമില്ല. ജർമ്മൻ പഠിക്കുക. ജർമ്മൻ പഠിക്കാനുള്ള സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത് പോലും ശ്രദ്ധയോടെ വേണം. പണം കൊടുത്താണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആരെങ്കിലും പറഞ്ഞത് കേട്ടോ, എവിടെയെങ്കിലും പരസ്യം കണ്ടിട്ടോ, ഏതെങ്കിലും വാട്സാപ്പ് സന്ദേശം കേട്ടിട്ടോ തല വെച്ച് കൊടുക്കരുത്. ഇങ്ങനെ ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിലുള്ള 80% സ്ഥാപനങ്ങളും തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുക. എവിടെയെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ അവസരം മുതലെടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം പേരും. ജർമ്മനിയിലേക്ക് വാതിൽ തുറന്നിട്ടുണ്ട് പഠിക്കുന്നതിനും പണിയെടുക്കുന്നതിനും എന്നത് സത്യമാണെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ കൈകൊള്ളുമെന്ന് മറക്കരുത്. ജാഗ്രതയോടെ മാത്രം ജർമ്മൻ കൈകാര്യം ചെയ്യുക. എന്നാൽ ജർമ്മനിയിൽ അവസരമുണ്ട് എന്നത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻറ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സാന്റാ മോണിക്ക എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡെന്നി തോമസിനോട് ഞാൻ ജർമ്മനിയുടെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചു. ജർമ്മനിയിലേക്കും സാന്റാ മോണിക്ക റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുള്ളത് കൊണ്ട് തന്നെ ഡെന്നി അതേക്കുറിച്ച് കരുതലോടെയാണ് മറുപടി നൽകിയത്. ഡെന്നി പറഞ്ഞതുകൂടി ശ്രദ്ധയോടെ കേൾക്കുക. ഡെന്നി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചായിരുന്നു. ഇന്നിപ്പോ BBC-യിലൊരു വാർത്ത കണ്ടു. BBC-യിലെ വാർത്ത പറയുന്നത് മറ്റേ ഇന്ത്യക്കാർ, അതായത് നമ്മുടെ ഇങ്ങനെ പറയുന്നത്, ജർമ്മനി ഹാസ് എ ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്, സോ ഇറ്റ്സ് ടേണിംഗ് ടു ഇന്ത്യ ഫോർ ഹെൽപ്പ്. നമ്മൾ പുതിയ വാർത്തയാണ്. അപ്പൊ ജർമ്മനിയിൽ അങ്ങനെ ഒരു, എനിക്ക് അറിയേണ്ടത്, ഈ തൊഴിലവസരമുണ്ടോ? സാധാരണ ഇപ്പൊ ബ്രിട്ടനിലോ അല്ലെങ്കിൽ അവിടെ നേഴ്സുമാരെ അല്ലെ IT കാരെ അങ്ങനെയൊക്കെ ഉള്ളു. ഇതിന്റെ അകത്ത് പറയുന്നത് ഈ കശാപ്പുകാരെ അവരെ കൊണ്ടുപോകുന്നു പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ജർമ്മനിയിലേക്ക് ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആണ് എല്ലാവരുടെയും പ്രശ്നം. ലാംഗ്വേജ് ഒരു B1 B2 ലെവലെങ്കിലും പാസ്സാവാതെ ജർമ്മനിയിൽ പോയാൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിൽ ബേസിക് ആയിട്ട് നല്ല ലാംഗ്വേജ് റിക്വയർമെന്റ് പഠിക്കാൻ പറ്റിയ ആൾക്കാർ ഒരു +2-നൊക്കെ 80% ഒക്കെ മേലെയുള്ള കുട്ടികളൊക്കെ പഠിച്ചാൽ പാസ്സാകാൻ എളുപ്പം. താഴെയുള്ളവരും പാസ്സാകില്ല എന്നല്ല ഉള്ളത്. പരമാവധി നല്ല പിള്ളേരെ നോക്കി നന്നായിട്ട് പഠിച്ച് പാസ്സായ മാത്രമേ, ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ റിക്വയർമെന്റ്. പിന്നെ ഇത് ഒരുപാട് പേര് ഈ കാലഘട്ടത്തിൽ റിക്രൂട്ട്മെന്റ് ജർമ്മൻ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. പരമാവധി ക്രെഡിബിലിറ്റി ഉള്ളവരും ലോങ് ടൈം എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടക്കുന്നില്ലേ ജർമ്മനിയിലേക്ക്? അതെ, അതിപ്പോ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് ഒന്നെങ്കിൽ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഇല്ലാത്തവര്, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ഓഫീസ് തുടങ്ങി വലിയ പരസ്യം ഇട്ടിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നവർ, അവിടെ നിന്നൊക്കെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ട്. എന്നാൽ ജെന്യുവൻ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തന്നെ ഈ രംഗത്ത്. അതെങ്ങനെ തിരിച്ചറിയാനൊരു വഴിയില്ലല്ലേ? ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യണം. ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ്. കാരണം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നവരാണോ, അതോ അവർക്ക് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ അത് ഗവൺമെന്റ് സൈറ്റിൽ കയറിയാലേ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്.
ശരി, അവരുടെ തന്നെ ഗവൺമെന്റ് ലൈസൻസ് ആണോ അല്ലേ? അല്ല, ഇന്ത്യ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉണ്ടല്ലോ. അത് ഏത് സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുന്നത്? അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് കീഴിൽ റിക്രൂട്ട്മെന്റ് ഏജൻസിന്റെ ലിസ്റ്റ് ഉണ്ട്. ഓ, അതിനകത്ത് പോയി ചെക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ജർമ്മനി എന്നുള്ള രാജ്യം തന്നെ എടുത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ല, അങ്ങനെയല്ല. അത് ഏത് രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ ലൈസൻസ് ഉണ്ട്. ഇപ്പൊ ഗൾഫിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന അവർ തന്നെയാണ് വിദേശത്തേക്ക് എല്ലാ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ ഒരു ലൈസൻസേ കൊടുക്കുന്നുള്ളൂ. അതിൽ ലൈസൻസ് ഹോൾഡർ ആണോ, എത്ര വർഷമായിട്ട് അവർ വർക്ക് ചെയ്യുന്നവരാണ്, ഇതൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അവരുടെ ക്രെഡിബിലിറ്റി. നിങ്ങൾ സ്റ്റുഡന്റ് വിസ കൊണ്ടുപോകുന്നുണ്ടോ നിങ്ങൾ അങ്ങോട്ട്? സ്റ്റുഡന്റ് വിസയിൽ ധാരാളം പിള്ളേര് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ടോട്ടലി ഫ്രീ ആണ്, കോഴ്സ് ഫീ. പക്ഷെ ഒരുപാട് നല്ല മാർക്കുള്ളവർ മാത്രം അപ്ലൈ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പൊ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ, അതോ പ്രൈവറ്റ് മാത്രമേ ഉള്ളൂ? അത് രണ്ടിലേക്കും ഉണ്ട്, പ്രൈവറ്റിലേക്കും ഉണ്ട്, പബ്ലിക്കിലേക്കും ഉണ്ട്. പബ്ലിക്കിലേക്ക് ധാരാളം പേര് പോകുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഫീസ് കൊടുക്കണം. അത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ബ്രിട്ടനിൽ എത്രയുള്ള ഫീസ് ഒന്നും കാണത്തില്ലല്ലേ? താരതമ്യേന UK-യുമായിട്ട് ഇതിന് ഫീസ് കുറവാണ്. ഓക്കെ. അതായത് ഫീസ് കൊടുത്ത് പഠിച്ചാൽ പോയാൽ പോലും ബ്രിട്ടനാണ്, ജർമ്മനി തരക്കേടില്ല. ഏത് കോഴ്സുകളാ അവിടെ പൊതുവെ മലയാളികൾ പോകുന്നത്? കൂടുതലും ഈ ടെക്നിക്കൽ ബേസ് ആയിട്ടുള്ള കോഴ്സിനാണ് ജോബ് കിട്ടാൻ എപ്പോഴും സാധ്യത. ഈ ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യത താരതമ്യേന കുറവാണ്. ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ രംഗത്തുള്ള കോഴ്സുകളാണ്, എഞ്ചിനീയറിംഗുമായി റിലേറ്റഡ് ആയ കോഴ്സുകൾ, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയ കോഴ്സുകൾ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ ഇപ്പോഴും. ഈ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് കൊണ്ട് ഗുണമുണ്ടോ? അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്? തീർച്ചയായിട്ടും നഴ്സിംഗിന് അവിടെ നല്ല ഡിമാൻഡാണ്. പക്ഷെ നഴ്സിംഗിനൊക്കെ എപ്പോഴും B2 ലെവല് ലാംഗ്വേജ് പ്രൊഫഷൻസി വേണം. അതായത് നന്നായിട്ട് ജർമ്മൻ പഠിക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കോഴ്സ്, നഴ്സിംഗോ അല്ലെങ്കിൽ ഏത് ടെക്നിക്കൽ കോഴ്സ് പോയാൽ തരക്കേടില്ല. പിന്നെ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് IELTS പാസ്സായി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ട് അവിടെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് സ്റ്റേ ബാക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി അവിടെ ജോലിയിലേക്ക് കയറുന്നവരുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ലാംഗ്വേജ് എപ്പോഴും ജർമ്മൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അവിടെ പാർട്ട് ടൈം ജോലി കിട്ടാനോ ഫുൾ ടൈം ജോലി കിട്ടാനോ അല്ല, എപ്പോഴും മെയിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ജർമ്മൻ ഭാഷ തന്നെയാണ്. അപ്പൊ ഈ ജർമ്മൻ പോകുന്നവരോട് ഞാൻ എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആവണം. ഏത് ഏജൻസി വഴിയാണെങ്കിലും അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം. എത്ര കാലമായി വർക്ക് ചെയ്യുന്നതാണെന്ന് നോക്കണം. പിന്നെ ലാംഗ്വേജ് എന്തായാലും ഇംഗ്ലീഷ് മാത്രം പോരാ, ജർമ്മനി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയാൽ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റൂ. ഓക്കെ ഡെന്നി, താങ്ക് യു.